അർബുദ രോഗികൾക്ക് ആത്മവിശ്വാസം നൽകി സ്നേഹസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ജീവനം ക്യാൻസർ സൊസൈറ്റി ക്യാൻസർ ബോധവൽക്കരണത്തിനും അർബുദത്തെ അതിജീവിക്കുന്നവർക്ക് കരുത്തു പകരുന്നതിനുമായി സ്നേഹസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് അനിൽ ആഴവീട്ടിന്റെ അധ്യക്ഷതയിൽ സ്നേഹസംഗമം ഹരി പത്തനാപുരം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പലപ്പോഴും പല ആളുകളും ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാക്കാം. ചിലപ്പോൾ സാമ്പത്തികമായ ഗുണമുണ്ടാക്കാനാകാം. ഇതൊന്നുമല്ലെങ്കിൽ പോലും പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഷാജുദ്ദീൻ ആണെങ്കിലും റിജോയ്ക്കാണെങ്കിലും മാതൃഭൂമിയുടെ ലേഖകനായിട്ടുള്ള ശ്രീ ഗോപകുമാർ പട്ടാഴിക്കാണെങ്കിലും ഒക്കെ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ചാരിറ്റി മേഖലയിൽ വളരെ അറിയപ്പെടുന്ന ആളുകൾ പോലും അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോവാണ്, അപ്പൊ നിങ്ങളൊന്ന് വീഡിയോ എടുത്തോണം എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ശ്രീ ബിജു തുണ്ടിലിനെ നമ്മളൊരു അത്ഭുതത്തോടു കൂടിയാണ് അതിൽ കാണുന്നത്. ഇപ്പൊ ഇന്ന് തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു കീ റോളൊക്കെ എടുക്കാമെങ്കിലും അദ്ദേഹം ഒരു ആശംസാ പ്രാസംഗികനായി ഇവിടേക്ക് മാറി നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത്, സ്വയം എന്നെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറം ഈ സംഘടന ഒരു രോഗബാധയുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ രോഗത്തെപ്പറ്റി ആശങ്കയുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ആരും ആശ്രയമില്ലാത്ത ആളുകൾക്കോ ഇതിലെത്തുന്ന ഓരോ ആളുകളെ കൊണ്ടും എന്തെങ്കിലും ഗുണമുണ്ടാകട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ പോകാൻ വേണ്ടി നിങ്ങളെയൊക്കെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം. ക്യാൻസറിനെ അതിജീവിച്ചവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കൽ, കലാപരിപാടികൾ എന്നിവയും പരിപാടിക്ക് കരുത്തു പകർന്നു. എഴുത്തുകാരിയും കവിയത്രിയുമായ അശ്വതി മുഖ്യപ്രഭാഷണം നടത്തി. ഇന്നത്തെ ഓണം നമ്മളൊരു വീട്ടിൽ ചുരുങ്ങിയിരുന്ന് നമ്മൾ കാണുന്നതാണ്. പണ്ടൊക്കെ ഓണം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിട്ടായിരിക്കും നമ്മൾ വെളിയിൽ പോകുന്നു, കുടുംബങ്ങളോടൊപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ണും, പുത്തൻ ഉടുപ്പുകൾ വീട്ടിൽ നിന്ന് തരും. അതുപോലെ തന്നെ കുടുംബങ്ങൾ എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഓണം. ഇപ്പം അത് വെറും ചുരുങ്ങിയ സമയം കൊണ്ട് അത് മാറ്റം സംഭവിച്ചത് എന്താണ്? 1000 പേർക്ക് കണ്ടുപിടിച്ച കേരളത്തിലെ ഏക സംഘടനയും ജീവനം ക്യാൻസർ സൊസൈറ്റിയാണ്. ക്യാൻസറിനെ മുൻകൂട്ടി കണ്ടുപിടിച്ച് പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് വളരെ അഭിമാനമായി ഈ സംഘടന കാണുകയാണ്. ജീവനം ക്യാൻസർ സൊസൈറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു തുണ്ടിൽ, പ്രസിഡന്റ് സന്തോഷ് കുമാർ, ജീവനം പ്രോഗ്രാം കോർഡിനേറ്റർ ജോജി മാത്യു ജോർജ്, ഡോക്ടർ ശിവബാല വൈശാഖ്, അഖിൽ സുരേന്ദ്രൻ, രജുഷ, മിനി സാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.